അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെടികളും നല്ല വിവിധ വർണ്ണങ്ങളായിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ ഒരു മുയൽക്കുട്ടൻ, പച്ചപ്പാർന്നൊരു മുയൽക്കുട്ടനാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം, എന്നിട്ട് ഒരുപാട് ചെടികളൊക്കെ കണ്ടിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ കുറേ ചെടികളുണ്ട് കേട്ടോ. അതായത് കണ്ടോ, തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി കളർഫുള്ളാണ്. ഇത് കണ്ടോ, പല പല കളറുണ്ട്. ഒരു ടൈപ്പ് ചെടി തന്നെ പല കളറിലുണ്ട് കേട്ടോ. അത് രണ്ട് സൈഡിൽ ഒരുപോലെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കുറച്ച് നടന്ന് ചെടികളൊക്കെ കാണാം കേട്ടോ. ഞങ്ങളങ്ങനെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കുറേ കയറിയത് ഒരുപാട് ചെടികൾക്കിടയിലൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ അതേ ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ചെയർ മസാജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തുടങ്ങിയിട്ടില്ല, മോർണിംഗ് ആണ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുറന്നിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്നല്ല കേട്ടോ, ഒരുപാട് അധികം നടക്കാനുണ്ട്. കുറേ നടന്ന് ചെടികളുടെ ഭംഗി ആസ്വദിക്കാനുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫുള്ള് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവർ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. കുറേ ചെടികളുണ്ടെങ്കിലും അതനുസരിച്ച് കെയർ ചെയ്യാനായിട്ട് കുറേ സ്റ്റാഫുകൾ അവിടെ ഇവിടെ ഉണ്ട് കേട്ടോ. കടുവ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മോർണിംഗ് വന്നുകൊണ്ട് ആ ഒരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ വന്നുകൊണ്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടില്ല. ഇതെല്ലാം ലൈറ്റിനുള്ള ആ കമാനങ്ങളാണ് ഉണ്ടാക്കി വെച്ചത്. ലൈറ്റിംഗ് ആണ്. ഒരു 6 മണിക്ക് ശേഷം നമുക്ക് ഈ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നല്ല അടിപൊളി വ്യൂ ആയിട്ട് എടുക്കാൻ പറ്റും. സൂപ്പറായിട്ട് ഇത് കണ്ടാ. 6 മണിക്ക് ശേഷം തണുപ്പത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മളില്ല. കുറേ ചെടികളെയൊക്കെ കെയർ ചെയ്യുന്നവർക്കും ഇതൊക്കെ നട്ട് സൂക്ഷിക്കുന്നവർക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇവിടെ നിന്ന് നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടുപോകാം കേട്ടോ. വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ദൂരെ നിന്ന് വന്ന ആൾക്കൊക്കെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ കൊണ്ടുപോയത് പിടിക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല. നല്ല പാർക്കാട്ടോ, ഹോർട്ടിക്കൾച്ചർ പാർക്ക്. 100 രൂപ ടിക്കറ്റ്. 100 രൂപ ടിക്കറ്റിന് വർത്താണ്. കാരണം എല്ലാം കാണാനുണ്ട്, ചെടികൾ വാങ്ങാം. കാരണം നമ്മൾ ഗാർഡൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിലിവിടെ വെറൈറ്റികൾ ഒരുപാട് അപൂർവ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ കംപ്ലീറ്റ് റോസ് ആണ് കേട്ടോ. പല ടൈപ്പ് പല കളർ റോസ് ആണ് കേട്ടോ. എല്ലാ കളർ റോസും ഉണ്ട് കേട്ടോ ഇവിടെ. പിങ്ക്, ഓറഞ്ച്, പിന്നെ ഒരു വൻ ദിനോസർ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ലൊരു ദിനോസർ ഉണ്ട്, ജീവനോടെയുള്ളൊരു ദിനോസർ. വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഫൗണ്ടനിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്നറിയില്ല. ഇല്ല, നല്ല പാർക്കാണ് ബൊട്ടാണിക്കൽ പാർക്ക്. സാധാരണ ഈ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ പാർക്കിൽ പോകുമ്പോൾ അധികമൊന്നും ഇങ്ങനെ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പക്ഷേ നല്ല കുഴപ്പമില്ലാത്ത സംഭവം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവർ. വേറൊരു കൊമ്പൻ നിൽക്കണുണ്ട് കേട്ടോ. ഈ പുള്ളിയുടെ ചെവിയൊക്കെ ആനകളുണ്ട്. നമ്മൾ അവിടെയൊക്കെ കണ്ട ആനകളുടെ പോലെയല്ല, ഇതണ്ട ഒറിജിനൽ ആന പോലെ തന്നെ ഉണ്ട് ശരിക്കും. ചെവിയൊക്കെ കാറ്റിൽ കിടന്ന് കാണുന്നില്ല, കണ്ട. നല്ല തണുപ്പ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ട്. ഇവിടെ ചെന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് അപ്പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാം. അവിടെ ഒരു കനാല് പോലത്തെ ഇതൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. കുറേ നടക്കാനുള്ളത് കൊണ്ട് തന്നെ നടന്ന് ടയേർഡാകുമ്പോൾ ഇരുന്ന് വിശ്രമിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ബെഞ്ചുകളൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ.
പൂവാണ്, ഏലത്തിൻ്റെ കുരുവാണ്. ഇതാണ് ഏലം, ഏലത്തോട്ടം. ബൈസൺ ബൈസൺ ഒറിജിനാലിറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരുണ്ടാണെങ്കിൽ എന്താ ഒറിജിനൽ. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളിതാ ഇറങ്ങിയിട്ടു.